ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് അതിമനോഹരമായൊരു കാഴ്ചകളുമായിട്ടാണ്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലേക്കുള്ളൊരു യാത്രയും അതോടൊപ്പം തന്നെ ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച പ്രശസ്തിയായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് ആലപ്പുഴയ്ക്ക് സമയമുള്ള ഒരു പാതിരാമണൽ ദ്വീപ്. അത് പോയവർക്കറിയാം അത് കറക്റ്റായിട്ട്. അപ്പം അങ്ങോട്ടുള്ള യാത്രയൊക്കെയാണ്. അവിടെ ചെന്നപ്പോഴാണ് അത്ര മനോഹരമാണെന്ന് മനസ്സിലായത്. അപ്പം നിങ്ങൾക്കത് എങ്ങനെയുള്ള സ്ഥലമാണ്, എങ്ങനെ പോകാത്തവർക്കെല്ലാം അത് നല്ല ഇഷ്ടപ്പെടും. അതുപോലെ വളരെ ചിലവ് കുറഞ്ഞ ഒരു യാത്രയുമായിരുന്നു ഇത്. ഒരു 500 രൂപയുണ്ടെങ്കിൽ ഞങ്ങൾ 7 പേര് 500 രൂപയ്ക്ക് ബോട്ടിൽ പോയത്. അത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് അവിടെ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോണതാണ്. ഫസ്റ്റ് തന്നെ അങ്ങോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതിനടുത്തായിട്ടൊരു നല്ല ഭംഗിയുള്ളൊരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തതാണ്. അത് കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളായിട്ട് വ്യാപിച്ചെടുക്കുന്ന വേമ്പനാട്ടുകായലിലെ ഒരു ചെറു ദ്വീപാണ് കേട്ടോ ഈ പാതിരാമണൽ ദ്വീപ്. തണ്ണീർമുക്കത്തിനും കുമരകത്തിനും ഇടയിലാണ് ഈ പാതിരാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകാനായിട്ട് 500 രൂപ കൊടുത്ത് ഞങ്ങൾ 7 പേര് കൂടി ഒരു ബോട്ടിലാണ് കയറിയത്. അവിടെ ബോട്ടിൽ കയറുമ്പോൾ തന്നെ വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കിടക്കാൻ, ഈ കായൽ കാണാനായിട്ട്. നല്ല കാറ്റുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. ഒരു ദ്വീപ് പോലെയാണ് കേട്ടോ, കാലിൻ്റെ നടുക്കായിട്ട് നല്ലൊരു ദ്വീപ് പോലെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പകലാണെങ്കിലും ഉച്ചയാണെങ്കിലും നമ്മൾ കയറി കഴിഞ്ഞാൽ നല്ല തണലാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിലേക്ക് പോകാനായിട്ട് പാലോ അല്ലെങ്കിൽ റോഡോ ഒന്നുമില്ല. നമ്മൾ ഈ ബോട്ട് വഴി തന്നെ പോകണം. അതങ്ങനെ പോകുന്നത് തന്നെ ഒരു രസമുള്ള ഒരു കാഴ്ചയാണ്, ഒരു മനസ്സിനൊരു കുളിർമയേകുന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ ഒരു 1.5 മണിക്കൂർ ബോട്ട് യാത്ര ചെയ്ത് നമുക്കിവിടെ വരാം. കുറച്ചും കൂടി ചിലവ് കൂടിയ യാത്ര, അതും മനോഹരമായിരിക്കും ആ യാത്ര. ഇവിടുന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര പേർ കൂടി 500 രൂപയേ ആയുള്ളൂ. നമുക്ക് സ്പീഡ് ബോട്ടിനോ എന്തിനു വേണമെങ്കിലും വരാം. അതുപോലെ ഹൗസ് ബോട്ടിലും വരാം. ഭക്ഷണമൊക്കെ ഉണ്ടാവും അതിൽ. അത് കുറച്ചുകൂടി റേറ്റ് കൂടും. നമ്മൾക്ക് വളരെ ചിലവ് കുറഞ്ഞൊരു യാത്രയായിട്ട് ഇങ്ങനെ പോകാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി നേരെ കാട്ടിലേക്കാണ് പോകുന്നത്. എന്നാൽ അതിൽ വന്യജീവികളൊന്നും തന്നെ ഇല്ല. അതിലധികവും പക്ഷികളാണ് കേട്ടോ. വിവിധ തരത്തിലുള്ള പക്ഷികളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വളരെയധികം സ്ഥലങ്ങളുണ്ട് വിശ്രമിക്കാനൊക്കെ ആയിട്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. വെറുതെ ഇരിക്കാനും സംസാരിക്കാനും. അതുപോലെ നമുക്കിവിടെ നിന്ന് വേണമെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ ആ ബോട്ടിൽ നിന്ന് നമ്മുടെ ഇന്ന് ഫോൺ നമ്പർ വാങ്ങുകയാണ്. നമ്മൾ ആ ഫോൺ നമ്പറിലേക്ക് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് നടക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വിളിക്കുമ്പോഴാണ് അവർ ബോട്ടുമായി വന്ന് നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. വളരെ കുറച്ചോ അധികമോ ടൈം സ്പെൻഡ് ചെയ്യാം. ഇതുവരെ ഇവിടെ വരാത്തവർക്ക് വരാൻ വേണ്ടിയാണ് കേട്ടോ. നല്ല കാഴ്ച ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ പ്രത്യേകത അപൂർവ ഇനം പക്ഷികളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ കൂടിയാണ് കേട്ടോ പാതിരാമണൽ കൂടുതലും വിനോദസഞ്ചാരികളെയൊക്കെ ആകർഷിക്കുന്നത്. അല്ലാതെ വേറൊരു ജീവികളെ കാണുകയൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് കായലും കാണാം നമുക്ക് അവിടെ നിന്ന് തന്നെ. ആലപ്പുഴയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ബോട്ട് യാത്ര ചെയ്താൽ തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളും കണ്ട് ഇവിടെ വന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകാം. അതുപോലെ ഇതുപോലുള്ള വള്ളികളിൽ നമുക്ക് ഊഞ്ഞാലൊക്കെ ആടാം. നല്ല ബലമുള്ള ഒരിതാണല്ലോ, പ്രകൃതിയുടെ ആയതുകൊണ്ട് തന്നെ നല്ല ബലമുണ്ട്. എല്ലാവർക്കും ഊഞ്ഞാലൊക്കെ ആടുകയൊക്കെ ചെയ്യാം. നല്ലൊരു മരത്തിലൊക്കെ കുട്ടികൾക്ക് കയറിയിരിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ നല്ല സ്ഥലമുണ്ട്. നമുക്ക് കുറേ നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് അവരെ ഫോൺ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബോട്ടിന് അവർ തിരിച്ച് കൊണ്ടുവന്നാക്കും. നമ്മളെപ്പോൾ വിളിക്കുന്നോ അപ്പോഴാണ് അവർ വരുള്ളൂ. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം.
പിന്നെ ഞങ്ങളിപ്പോഴത്തേക്കും വിളിച്ച് പോകാനായിട്ട് വന്നു. അപ്പോൾ ഇതുപോലുള്ള ഹൗസ് ബോട്ടുകളും ഒക്കെ ഉണ്ട്. അത് ഒരുപാട് ദൂരെ നിന്നൊക്കെ നമ്മൾ വിളിച്ച് വരുന്നതാണ്. ഇച്ചിരി റേറ്റ് കൂടും, അതിൽ ഫുഡും എല്ലാനും ഉണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ബോട്ടും വന്ന് ഞങ്ങൾ ആ ബോട്ടിന് തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കും നല്ല ഭംഗിയുണ്ട്, കായലിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഒരുപാട് ടൈമൊന്നും ഇരിക്കണ്ട, എന്നാലും നല്ല ഭംഗിയുണ്ട്. ഒത്തിരി ചിലവില്ലാത്തൊരു യാത്രയാണിത്. അപ്പോൾ ഇതുവരെ അങ്ങോട്ടൊന്നും പോകാത്തവർക്ക് പോകാൻ പറ്റിയൊരു യാത്രയാണ് തന്നെയാണിത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ കുട്ടനാട്ടിലേക്ക് പോയി. ആലപ്പുഴ വരെ വന്നിട്ട് കുട്ടനാട് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു കൃഷിയൊക്കെ കാണാനായിട്ടാണ് പോയത്. മെയിനായിട്ട് അവിടെ നെൽകൃഷി തന്നെയാണ്. പോകുന്ന വഴിക്കൊക്കെ മീനുകളും അതുപോലെ വിൽക്കണുണ്ട്. പിന്നെ ഹൗസ് ബോട്ട് ഇതൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഒന്ന് ജസ്റ്റ് കയറിയായിരുന്നു. ഓരോ വീടുകളും അവിടെ നമ്മൾ പറയുന്ന കായലുകളും വെള്ളത്തിനൊക്കെ സൈഡിലായിട്ടാണ്. എല്ലാവരും മിക്ക വീടുകളിലും വഞ്ചി ഉണ്ടായിരുന്നു നോക്കുമ്പോൾ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആലപ്പുഴയിൽ പോകുന്നത്. ഇതിനു മുമ്പൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര മനോഹരമാണെന്ന് അടുത്ത് ചെന്ന് കാണുമ്പോഴും നമുക്കത് മനസ്സിലാവും. ആ ടി വിയിൽ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണിത്. പിന്നെ നമ്മൾ ആ ഹൗസ് ബോട്ടിൻ്റെ അവിടെ ഒന്ന് പോണതാണ്. അവിടെ നമ്മൾ പോകേനി രാവിലെയൊക്കെ പോകണം. ഒരു ദിവസത്തേക്ക് 6000 രൂപയെന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ അവിടെ ഒന്നും കയറിയില്ല. അവിടെ നെല്ല് വഞ്ചിയിൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ, വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ്. ഇവിടെയൊക്കെ നിന്ന് ഒന്നല്ലെങ്കിൽ രാവിലെ വന്നിരുന്ന് കാണണം, അല്ലെങ്കിൽ വൈകുന്നേരം. നല്ല ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. എന്നാലും നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു തണുപ്പുമാണ് അവിടെയൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. രാവിലെ 9 മണിക്ക് പോന്നിട്ട് രാത്രി ഒരു 7 മണിയായപ്പോഴേക്കും വീട്ടിലെത്തി. നമ്മളുടെ ബഡ്ജറ്റ് കുറഞ്ഞൊരു യാത്ര എന്നൊക്കെ പറയാം. നമുക്ക് ആ പാതിരാമണയിൽ അവിടെ പോകുന്നത്, ആ ദ്വീപിലൊക്കെ പോകുന്നത് ഒത്തിരി റേറ്റൊന്നും നമുക്ക് വരില്ല. ഞങ്ങൾ അത്ര 7 പേര് കൂടി പോയിട്ട് 500 രൂപയിൽ തന്നെ പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കൊച്ചി ബീച്ചിലൊന്ന് വന്നിട്ട് പോയി. കൊച്ചി ബീച്ചൊന്നും പണ്ടത്തെ ഒരിത് തോന്നിയില്ല. കാരണം ഇപ്പോൾ കുറേ നാളായിട്ട് തുറക്കലൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ നല്ല തിരക്കുണ്ട്. എന്നാലും പായലൊക്കെ വന്ന് ഇങ്ങനെ അടഞ്ഞിരിക്കണ നമുക്ക് ബീച്ചിലേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് അപ്പം തന്നെ പോന്നു.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.